സാറിന്റെ ഡ്രീം കാറും എന്തുകൊണ്ടാന്ന് പറഞ്ഞത്. ഇന്ന് നമുക്ക് ബോസ്റ്റൺ ഫാമിലിനോട് ഒരു ഡ്രീം കാറും എന്തുകൊണ്ടാണ് ചോദിച്ചു നോക്കാം. കമോൺ. അപ്പൊ ഷബാബ്, എന്റെ ഡ്രീം കാർ ഏതാണ്? ഡ്രീം കാർ എന്ന് പറയുന്നത് ഒരു മസ്താൻ. എടാ, എനിക്കൊന്നൊരു ഡ്രീം കാർ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗാരേജ് തന്നെ വേണ്ടേ. അപ്പോൾ ഗാരേജിൽ ഏതൊക്കെ വണ്ടികളാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വെക്കേഷൻ മൂഡുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ലംബോ, അതുപോലെ തന്നെ ഫെറാരി, അതുപോലെ പോർഷെ, ആ മൂഡ് വണ്ടികൾ. ഒരു ബിസിനസ് മീറ്റ് പരിപാടി കാര്യങ്ങൾ പോകുമ്പോൾ റോൾസ് റോയ്സ്, ബെൻലി, ആ മൂഡ് സാധനങ്ങൾ. പിന്നെ മാർക്കറ്റിൽ പോകാൻ വല്ല M4 കോമ്പറ്റീഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പോകണതല്ല എൻ്റെ രസമുള്ള. എന്തായാലും ഡ്രീം കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോർഷെ 911 GT3 തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഫസ്റ്റ് അതിൻ്റെ ബ്യൂട്ടിയാണ്. പിന്നെ ഓൾറെഡി എനിക്ക് റേസ് കാർ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റിൽ ലീഗലായിട്ടുള്ളത് നമുക്ക് പോർഷെയാണ് ഒന്നുകൂടി കമ്പാരിറ്റീവ്ലി ഉള്ളത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇവിടെ ഏറ്റവും HUവിൽ ഏറ്റവും ഹൈപ്പും തലയെടുപ്പുള്ള വണ്ടി പോർഷെ പറഞ്ഞോളൂ. ഓഡിച്ചിൽ ഫീലും കിട്ടിയ അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഒരു അതൊരു വേറെ ലെവലാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ. എന്റെ ഡ്രീം കാർ പറഞ്ഞാൽ പിന്നെ നമ്മളെ M4 CS. അത് വേറെ തന്നെ, അതിന്റെ അഗ്രസീവ് ലുക്കൊക്കെ അങ്ങനെ തന്നെ വേറൊരു വണ്ടിയും കിട്ടൂല. അതിനോണ്ട് തന്നെയാണ് M4 CS.